നമസ്കാരം. KL ബ്രോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ എഴുതുക, അപ്പോഴെല്ലാം ഒരു ഉഷാറുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത്. എന്നാലും ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേടൻ വീണ്ടും ജാമ്യത്തിലിറങ്ങി. വേടന് കംപ്ലീറ്റ് ജനങ്ങളുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് വീണ്ടും ഇറങ്ങി. അതിനിടയിൽ MG ശ്രീകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേടനെ അറിയില്ലെന്ന്. പക്ഷെ പുള്ളി അത് തിരുത്തി. കാരണം പുള്ളി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഇത്ര വലിയ സെലിബ്രിറ്റികളൊന്നും ചില പരിപാടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അയാൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നാണ് ഇപ്പൊ പറയണത്. കാര്യം ഇത് ഈ മാധ്യമങ്ങളെല്ലാവരും കൂടിയിട്ട് വളച്ച് ഒടിച്ചതാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ, കണ്ടന്റ് വേണ്ടേ. ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമ പ്രവർത്തനം മാമാപ്പണി എന്ന് പറഞ്ഞ കാര്യമാണ്. മാധ്യമങ്ങൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിപ്പോ സംഭവിച്ചിട്ടുള്ളത്. അയാളും ഒരു കലാകാരനാണ്, വേടനും ഒരു കലാകാരനാണ്. പക്ഷെ വേടന് അത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ കലാകാരന്മാർ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വേദിയിൽ ഒന്നിച്ച് കണ്ടുമുട്ടേണ്ട ആൾക്കാരാണ്. അപ്പോൾ വേടന് അത് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇതൊന്നും ജനങ്ങളെ പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. കറുത്തതും വെളുത്തതും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് ചില ആളുകളിൽ. പക്ഷേ അതൊക്കെ കൂടുതലും മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ആ ചങ്ങാതിനെ വെറുതെ വിടുകയും ചെയ്തു. ജാമ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനി കേസ് ഉണ്ടാവുമായിരിക്കും, കോടതിയുടെ ഭാഗത്തിന് കേസ് ഇരിക്കണമെന്ന് വേടൻ പറയണം. പക്ഷെ വേടൻ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേടന് നല്ലൊരു ഭാവിയുണ്ട്. അപ്പോൾ വേടൻ ഒന്നും കൂടി ഉഷാറായി കഴിഞ്ഞാൽ വേടനെ വെല്ലാൻ ആർക്കും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, വേടന്റെ വരികൾ അങ്ങനെയാണ്. വേടൻ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, റാപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ വരികൾ എന്താണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും വേടൻ എന്താണെന്നുള്ളത്. ഒരാളും എഴുതാത്ത വരികളാണ്. അപ്പൊ ആ വരികൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വേടന്റെ പാട്ടിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ വേടൻ ഇനിയും ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടനെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വേടനെ ഈ ഒരു കേസോട് കൂടിയിട്ട് അറിഞ്ഞു. ഇനിയിപ്പോ യേശുദാസ് ചിലപ്പോൾ അറിയാതിരിക്കുന്ന ആളെ എന്ത് വേടനെ അറിയില്ലെന്ന്. ഇത്രയും വലിയ ന്യൂസ് വന്നിട്ടും വേടനെ അറിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷെ വേടൻ ഫേമസ് തന്നെയാണ്. ഒരുത്തൻ ഈ ഇടയ്ക്ക് ദമാമിൽ വന്ന് കണ്ടിട്ട് പരിപാടി എടുത്ത് പോയി, ഇതേപോലെ ഒരു റാപ്പർ പുള്ളിയും നടത്തി. പുള്ളിനെയും കുറച്ച് ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ എത്തിച്ച് പുള്ളിയിൽ ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല. പക്ഷെ വേടന് അങ്ങനെ പോകേണ്ട ആളല്ല. കാരണം വേടന് നല്ലൊരു ഭാവിയുണ്ട്. അപ്പം അതുകൊണ്ട് വേടൻ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ നിർത്തി നല്ല രീതിയിൽ. കാരണം എന്താ വെച്ചാൽ, കൊച്ചുകുട്ടികളാണ് വേടന്റെ ആരാധകര്. അപ്പോൾ വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞങ്ങളൊക്കെ. പക്ഷെ വേടൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ വന്ന് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് നല്ല ചുണക്കുട്ടിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ വേടൻ അങ്ങനെ തന്നെ എന്നും ഫീൽഡിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇനി ന്യൂ ജനറേഷനിൽ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും സംഗീതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ വെല്ലാൻ ഈ ഒരു പാട്ടുകൾക്കൊന്നും പറ്റില്ല. കാരണം ഈ പാട്ട് പാടുമ്പോഴും അതിനൊരു ഈണുണ്ട്. ആ ഈണത്തിൽ നിന്നും പിച്ചൗട്ടായി പോകുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ റാപ്പാകുമ്പോൾ അതാരും ശ്രദ്ധിക്കില്ല. അത് വേറൊരു സത്യം. അപ്പം എന്താവട്ടെ, അയാളൊരു നല്ലൊരു കലാകാരനാണ്, പെർഫോമറാണ്. കാരണം ഒരു സ്റ്റേജിനെ ഇളക്കി മറിക്കാൻ നന്നായി അറിയുന്ന ഒരാളാണ്. ആര്? വേടൻ. മണിച്ചേട്ടനായിരുന്നു ഇതിനു മുമ്പ് ഒരു സ്റ്റേജൊക്കെ ഇളക്കി മറിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ വേടന് വെല്ലാൻ
കാരണം അത്രയ്ക്ക് ജനങ്ങളാണ് ചില സ്ഥലത്ത് പരിപാടിക്ക്, നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ജനങ്ങൾ. അപ്പോൾ വേടന് നല്ല ആശംസകൾ നേരെയാണ്. വേടൻ ഇനിയും പാട്ടുകളൊക്കെ, പുതിയ പാട്ടുകൾ, പുതിയ പാട്ട് ഇറങ്ങിയത് ഞാൻ കേട്ടു, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്തോ. ശരി എന്നാൽ, ഓക്കെ.